നമ്മുടെ ഈ കാലിൻ്റെ മുട്ട് തേയ്മാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ശരിക്കായിട്ടെല്ലാം നമ്മൾ സ്റ്റിഫായി പോകുമ്പോഴാണ് ഓരോന്നും തുടങ്ങുന്നത്. നമ്മൾ കുറേ നാൾ വെറുതെ ഇരുന്നിട്ട് ഒന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാലിൽ വേദനയൊക്കെ വരും. അപ്പോൾ ഈ വേദനകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ടിൽ കൂടി ഒരു പരിധി വരെ പറ്റും. ഒരു വേറെ ഇപ്പം വളരെ എന്തെങ്കിലും വളരെ ടൈറ്റ് സ്റ്റിഫ്നെസ് ആക്കണമെങ്കിൽ ചെറിയ ഇപ്പോൾ ഫിസിയോതെറാപ്പി പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി അതിനെ ഒന്ന് ഫ്രീ ആക്കാമെന്ന് പറയാം. മസിൽ സ്റ്റിഫ്നെസ് ഒന്ന് ഫ്രീ ആക്കിയ ശേഷം അവർ ഒരു ബേസിക് ആയിട്ട് ഒരു ചെറിയ സ്ട്രെങ്തനിങ് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ജിമ്മിൽ തന്നെ വരണം. കാര്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ, വെയിറ്റ് ട്രെയിൻ എന്ന് വെച്ചാൽ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ലൈറ്റായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ. കാര്യം എനിക്ക് തന്നെ നമ്മളെ തന്നെ സ്ഥാപനത്തിൽ പറഞ്ഞ 1-2 പേരുണ്ട് എനിക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റാതെ നമ്മൾ ജിമ്മിൽ, ഇപ്പോൾ ഏത് ജിമ്മിലും അങ്ങനെ ഉണ്ടായിരിക്കും. ജിമ്മിൽ വന്ന ശേഷം പ്രോപ്പറായിട്ട് ഗൈഡൻസ് നമ്മൾ കൊടുത്ത് വർക്കൗട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു ട്രെക്കിങ് പോയവരെ എനിക്കറിയാം. അതും വളരെ കുറച്ച് ഏജൊക്കെ ആയുള്ളവർ നമുക്കുണ്ട്. അതായത് നടക്കാൻ ഒരു 2 മാസം കൊണ്ട്, ഒരു 2 മാസം കൊണ്ടൊക്കെ തന്നെ അവർ നടക്കാൻ പറ്റാത്ത ഒരു ട്രെക്കിംഗ് പോയിട്ടുണ്ട്. കാര്യം അവർക്ക് കോൺഫിഡൻസ് കിട്ടി എന്നെ കൊണ്ടത് പറ്റുമോ, കാര്യം അവർക്ക് പെയിനില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ 2 മാസം കൊണ്ട് നമ്മൾ മസിൽ ഡെവലപ്പ് ആവണം. പിന്നെ സഫീഷ്യൻ്റ് ആയിട്ട് ഫുഡും കഴിക്കണം. ചില ആൾ ജിമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ റെഡിയാവും, പക്ഷേ ആഹാരം കഴിക്കാൻ റെഡിയാവില്ല. ആഹാരം കഴിച്ചാൽ അവരെപ്പോഴും ഈ പറഞ്ഞ നോർമലി നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഈ ചോറും സാമ്പാറും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് കുറച്ച് കഴിക്കണം. കാര്യം പ്രോട്ടീൻസ് ആണ് നമ്മളെ മസിൽസിനെ റിക്കവർ ചെയ്യുകയും മസിൽസ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫുഡ്.